ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റുന്ന, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ദോശയുടെ റെസിപ്പിയാണ്. കറിയൊന്നുമില്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ ആരും മടിക്കല്ലേ. 2 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്ററിൻ്റെ ചെറിയ ബ്ലേഡിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അധികം വലിയ പീസുകളായിട്ട് കിടക്കാതെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള സവാളയുടെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. കുറച്ച് ഉപ്പ് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത്, നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയ്ക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന രീതിയിൽ ആ ഉരുളക്കിഴങ്ങ് കട്ടകളൊന്നും കൂടി കിടക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിതിൽ ഉപയോഗിക്കാം. നല്ലതുപോലെ ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ദോശ ചുട്ടെടുക്കാനായിട്ട് പാനൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1 തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി വലിയ ദോശ ഉണ്ടാക്കില്ല, ചെറിയ ദോശയുണ്ട്. ഒത്തിരി വലിയ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് കിടക്കുന്നുള്ളത് കൊണ്ട് ഇതങ്ങ് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ദോശകളാക്കി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഒരു മാവ് റെഡിയാക്കി നമ്മൾ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇപ്പം കുക്കിംഗ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ ബട്ടറോ നെയ്യോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് 2 സൈഡും മറിച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി കിട്ടുന്നിടം വരെ 2 സൈഡും കുക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് എണ്ണ ആദ്യം പുരട്ടി കൊടുത്തിട്ടില്ല. സാധാരണ നിങ്ങൾ ദോശക്കല്ലിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യം കുറച്ച് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ച് ഇതുപോലെ ദോശ ഇട്ടെടുക്കുക. ഈ ഒരു സൈസിൽ ഈ ഒരു അളവിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 13 ദോശയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബാക്കി മാവും ഞാൻ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ദോശ ഉണ്ടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കറിയും വേണ്ട, നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വെറുതെ ഇതിങ്ങനെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയ നല്ല നല്ല വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.